എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. തുടരും സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് വന്നിട്ടുണ്ട്, അതൊന്ന് കാണണം. ഞങ്ങളും തുടരും. ഞങ്ങളിവിടെ തുടർന്നിട്ടില്ലായിരുന്നു, ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. എന്താണെങ്കിലും ഇന്നു മുതൽ വീണ്ടും സജീവമായിട്ട് നിങ്ങളോടുകൂടെ ഞങ്ങളും ഉണ്ടാവും. എന്തായാലും 2 റിവ്യൂ ഒരുമിച്ചിടണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെ പോയതാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഞാൻ ഇടവേളയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, ഇവൻ നടിവേട്ട ഇടവേള വരെ കണ്ടു. ഞങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തില്ല. സിനിമ 2 റിവ്യൂ കൂടി ആദ്യം വന്ന് ഇറക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ആക്രാന്തം കണ്ടപ്പോഴേ വിചാരിച്ച അത് നടക്കാൻ പോണില്ല. കംപ്ലീറ്റ് പോലും ചെയ്തില്ല സിനിമ. അതെ, ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. അതായിരുന്നു നമ്മൾ അങ്ങനെ വിട്ടിട്ട് പോരേണ്ട അവസ്ഥയായി. എന്താണെങ്കിലും എന്തായാലും ഇപ്പോൾ ഓക്കെയാണ്, എല്ലാം ഓക്കെ, കൂൾ. ഓക്കെ, എന്തായാലും നമുക്ക് തുടരും സിനിമയുടെ ബിഹൈൻഡ് ദ സീനിലേക്ക് കിടക്കാം. ഓക്കെ, എന്തായാലേ ലാലേട്ടൻ ഓക്കെ. പിന്നെ അവനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വന്ന് രണ്ടുപേരും ടൂഷോട്ടാണ്. അവിടെ ഒരു മേരി അപ്പം അവൻ അവിടെ നിന്ന് നടന്നു വരുന്നു. അത് ഡൗട്ടിൽ തന്നെ നോക്കി നിൽക്കുന്നത് ടൂഷോട്ടായി മാറി. പോയി കഴിഞ്ഞതാണ് ഡൗട്ട് നടന്നങ്ങോട്ട് പോയി. പുഷ്പിക്കുന്ന സീനൊക്കെ എന്താ ചക്കരെ മൂത്രിക്കാൻ പോയിച്ച നേരത്തെ പറഞ്ഞു കൊടുത്തല്ലേ. ആ, ഈ ഷൂട്ട് ഉണ്ടല്ലോ അല്ലേ? ഷോട്ടുണ്ട്. എനിക്ക് ആ ഇത് കാണുമ്പോഴേ കൃത്യമായിട്ട് മറ്റേ ആ സീൻ ഓർമ്മയിലാണ്. ആഹാ, ആരാ മത്സ്യത്താഴ് ആരാ? ഞാനാ കിണ്ടി അല്ലേ? ഞാനോ? എന്തായാലും ആ സീനൊക്കെ ഇപ്പോഴും അത് അതേപോലെ ചെറിയ ചില സാധനം ഇട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താണെങ്കിലും തുടരും ഇപ്പോഴും ഗംഭീരമായിട്ട് തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അറിയാലോ, മലയാളത്തിലെ എല്ലാ സകല റെക്കോർഡുകളും തൂക്കിക്കൊണ്ട്. അതെ, ഇനിയിപ്പോ തൂക്കാനൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനി തൂക്കാനൊന്നേ ഉള്ളൂ, എമ്പുരാൻ മാത്രമേ ഉള്ളൂ. അത് ടോട്ടൽ കളക്ഷനില്, അല്ലാതെ മറ്റുള്ള കളക്ഷന്റെ എല്ലാത്തിന്റെയും തൂക്കിയില്ലേ. അതായത് ഏറ്റവും വലിയ വിജയം ഇപ്പൊ ഇതല്ലേ. ഇപ്പൊ ഏത് മലയാളത്തിൽ നിന്ന് എടുക്കാൻ നോക്കിയാലും ഇനി തുടരുവിന്റെ മുകളിലേക്ക് വേണം. എന്താലേ എന്താലേ, അതായത് സംഭവം നമ്മൾ ഇതൊക്കെ കാണുന്നു, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് ഫസ്റ്റ് ഷോ കണ്ടതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിന് ശേഷം രണ്ടാമത് കണ്ടപ്പോൾ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പീരിയൻസ് കിട്ടിയതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ സിനിമകൾക്ക് ഒരു മാജിക്കാണത്. അതായത് ഭയങ്കര ഒരു ഇത്രയും ആൾക്കാർ ഈ രീതിയിൽ, അതായത് ചില സിനിമകൾക്ക് നമ്മൾ പോയിരിക്കുമ്പോൾ ഒരേ വൈബുള്ള ആൾക്കാരായിരിക്കും, ഒരേ ഏജ് ഗ്രൂപ്പുള്ള ടീം ഉണ്ടാവും, കൂടുതൽ ആൾക്കാർ മെജോറിറ്റി. പക്ഷേ ലാലേട്ടൻ്റെ സിനിമകൾക്ക്
എല്ലാം മിക്സഡ് ആയിരിക്കും. എല്ലാ രീതിയിലും 5 വയസ്സുള്ള ഇത് കണക്കെടുക്കുകയാണെങ്കിൽ 75 വയസ്സുള്ള ആൾക്കാർ വരെ ഉണ്ടാവും ആ സിനിമയ്ക്ക്. ഞാൻ 3 പ്രാവശ്യമാണ് സിനിമ കണ്ടത്. അതെ, മൂന്നാമതും ഞാൻ ഫാമിലിന്റെ ഒപ്പം പോയി. അന്ന് ഹൗസ്ഫുള്ള്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് ഇപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസമുള്ളത് അല്ലാത്ത സിനിമകൾക്ക് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള സിനിമാ മോഹികളായിരിക്കാം. സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്നവരുണ്ടാവാം. പക്ഷേ വല്ലപ്പോഴും അപൂർവമായിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ചിലരുണ്ട്. അതൊക്കെ ലാലേട്ടൻ്റെ സിനിമകളൊക്കെ അങ്ങനെ ഭയങ്കര പോസിറ്റീവ് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അതൊരു തീർച്ചയായിട്ടും അതങ്ങനെയാണ്. അതാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് കേരളം കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരുപാട് സിനിമകൾ വന്നു പോയി. ആ പോയപ്പോഴും ആ പോയ കൂട്ടത്തിൽ പോവാതെ നിൽക്കുന്ന ഒരു സിനിമ ഉണ്ട്. സത്യം. എന്ന് വന്നതാ തിയേറ്ററിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നല്ല ഷോ. അത് നല്ല ആൾക്കാരാണ്, നല്ല ആൾക്കാരുണ്ട്. വെറുതെ ഒന്നല്ല, വെറുതെ കളിക്കുന്നതല്ല, നല്ല ആൾക്കാരുണ്ടായിട്ട് തന്നെയാണ്. അതെ, അതും ഒട്ടുമിക്ക ഷോസ് ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. അതെ, അത് ഒരാൾ പോയി കാണുന്നു, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവരവരുടെ ഫാമിലിനെയും കൊണ്ട് പോകുന്നു, അതിൽ വരുന്ന ഒരാൾ മറ്റൊരാൾക്കാരെ ടീമിനെ കൊണ്ട് പോകുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദിവസത്തിൽ ഷോകളുടെ എണ്ണം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അതെ, നടക്കുന്ന ഷോ എല്ലാം ഫുള്ളാണ്. എന്താണെങ്കിലും ഇനിയും മുന്നോട്ട് ഗംഭീരമായിട്ട് പോകട്ടെ. അപ്പൊ എന്തായാലും മാക്സിമം കൊണ്ട് പോരട്ടെ, മാക്സിമം പൊട്ടൻഷ്യൽ അത് ഇനിയുണ്ട്. ഇപ്പൊ നമ്മൾ കരുതുന്നുണ്ടാവും ഇതാണ് മാക്സിമം. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഇതിനപ്പുറത്തേക്കും പിന്നെ തീർച്ചയായിട്ടും വരും. ഉറപ്പല്ലേ? ലാലേട്ടനല്ലേ അവിടെ നിൽക്കുന്നത്? അല്ല, നമ്മുടെ ജോർജ് ഏട്ടൻ, അങ്ങനെ ഞാൻ പറയാറുള്ളൂ. ജോർജ് സാറിനെ ഞാൻ ജോർജ് ഏട്ടൻ. ജോർജ് ഏട്ടനെ ഇനി ഏത് സിനിമയിലാണ് അവരെ ചെയ്യാൻ പോകുന്നത് അറിഞ്ഞൂടാ. അയാൾക്ക് ഒരു പ്രത്യേക ഫാൻസ് ഉണ്ട്. അയാൾ ചെയ്യാൻ പോണ സിനിമയ്ക്കും സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ന്യൂസും ആയിരിക്കും, പ്രത്യേക ഹൈപ്പും ഉണ്ടാവും. അങ്ങനത്തെ ഒരു വില്ലനസ് ആണ് കാണിച്ചു വെച്ചത്. അതായത് ലാലേട്ടന്റെ നെക്സ്റ്റ് ഏത് എന്ന് നമുക്ക് അറിയാം. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോൾ തുടരും സിനിമയിൽ അപ്പുറത്ത് ഒരു വലിയ ശക്തനായ നായകനായിരുന്നു ജോർജ് ഏട്ടൻ. അപ്പോൾ ജോർജ് ഏട്ടൻ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇതെന്റെ കഥയാടാണ് നായകന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വില്ലൻ പറയണമെങ്കിൽ റേഞ്ച് എന്തായിരിക്കും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നണം. തോന്നുന്നുണ്ട് അങ്ങനത്തെ രീതി തന്നെയായിരുന്നു സിനിമ ഒരുക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും കാണാം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. തരൺമൂർത്തിന്റെ നെക്സ്റ്റ് ഏതാന്നുള്ളത് നമുക്കറിയാം. അതെ, അപ്പൊ ചോദ്യം പുറത്ത് വന്നാണല്ലോ, അനൗൺസ് ചെയ്തല്ലോ. അപ്പൊ ചോദ്യം ഇത് തന്നെ, പ്രകാശ് വർമ്മ ഇനി അടുത്ത ഏത് സിനിമയില്?